കേരളത്തിലേക്കുള്ള MDMA കടത്തിലെ പ്രധാനി പിടി നൈജീരിയൻ സ്വദേശിയായ ഡിയോ ലയണലിനെ ആണ് തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് ടീം ബാംഗ്ലൂരുവിൽ നിന്ന് പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ആണ് ചേരുന്നത്. സാരംഗ്, ബാംഗ്ലൂരിൽ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം ഈ നൈജീരിയൻ സ്വദേശിയെ പിടികൂടിയത്. ഇയാൾ എത്രത്തോളം സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ണിയായി വർത്തിച്ചു എന്നാണ് കേരള പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, ഈ ഒരു ലഹരി വ്യാപനത്തിൽ കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ പ്രധാന കണ്ണികളെ പിടിക്കാനുള്ള ഒരു നീക്കം ഡാൻസർ സംഘം മാസങ്ങളോളം ഇത്തരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്ന് നൈജീരിയൻ സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഈ ഒരു ഡിയോ ലാണൽ എന്ന് പറയുന്ന ഒരു നൈജീരിയൻ യുവാവിനെയാണ് തിരുവനന്തപുരം ഡാൻസർ സംഘം പിടികൂടിയത്. അതായത് ഇത്തരത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ മറ്റ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ലഹരി മരുന്നുകൾ MDMA അടക്കമുള്ള മാരക ലഹരി മരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാനിയാണ് ഇയാളെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ ഒരു ശൃംഖലയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്, അതായത് പ്രധാനപ്പെട്ട ആൾക്കാരെ പിടികൂടി ഈ ഒരു ശൃംഖലയെ നശിപ്പിക്കുക, അതായത് ഈ ഒരു ചെറിയ കണ്ണികളെ ഉപരി ഇതിലേക്ക് ഈ ഒരു ലഹരി വ്യാപനം ഏറ്റവും കൂടുതൽ നടത്തുന്നത്, അതായത് വലിയ അളവിൽ കേരളത്തിലേക്ക് ലഹരി മരുന്ന് കടത്തുന്നവരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നൊരു നീക്കമാണ് തുടക്കം തൊട്ടേ ഡാൻസ് ഓഫ് ടീമും മറ്റേ ഡിഹണ്ടും മറ്റും ഇത്തരത്തിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു തിരുവനന്തപുരം ഡാൻസ് ഓഫ് ടീം ഇത്തരത്തിൽ ബാംഗ്ലൂർ എത്തുകയും അവിടെ നിന്ന് ഈ ഒരു നൈജീരിയൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട കണ്ണി, അതായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് മറ്റും കേരളത്തിലേക്ക് പ്രധാനമായും ഈ ലഹരി ഒഴുകുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു ശൃംഖലയുടെ പ്രധാനിയാണ് ഈ അറസ്റ്റിലായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റുമായി കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഭിലാഷ്, യെസ്, പ്രധാനപ്പെട്ട കണ്ണി എന്ന് തന്നെയാണ് ഇയാളെ, അതായത് നൈജീരിയൻ സ്വദേശിയെ കുറിച്ച് കണക്കാക്കുന്നത്. എന്തായാലും കേരളത്തിലേക്ക് വലിയ തോതിൽ MDMA ഉൾപ്പെടെ കടത്തുന്നതിന് ആ കണ്ണി മുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്.